അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി പറഞ്ഞതാന്ന് നമ്മുടെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. ഓ, മാജിക്കൽ വാട്ടറോ? അവിടേക്ക് പോകാനായിട്ടുള്ള വഴിയൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്നാൽ എനിക്ക് അറിയുന്ന ഒരാൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു കഥയൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിപ്പോ ജീവനോടെ ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പറയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള മാപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ലേഡി അവന് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരെ രക്ഷിച്ചുകൊണ്ട് തന്നെ അവന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റും അവരിപ്പോ കൊടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് അതൊരു മാജിക്കൽ ഷൂസ് ആയിരുന്നു. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പുറത്തു വന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു ഷൂ എടുത്തിട്ടാണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. എന്നാൽ ഈ ഒരു ഷൂ ഇട്ട കാര്യം മാത്രമേ അവന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതിനു മുന്നേ അവന് എയറിലായിട്ടുണ്ടായിരുന്നു. ഇവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങിയിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് അടിച്ചു തല്ലി വീഴാണ് ആശാൻ. സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഷൂ പോലെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഷൂ ആയിരുന്നു അത്. ഉഫ്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു രണ്ട് ഷൂവും അവൻ അഴിച്ചു മാറ്റിയിട്ട് അവന്റെ ബാഗിൽ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവർ ആ ഒരു യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഇവര് നടന്ന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കേവ് ഇവര് കാണുകയാണ്. അതിന്റെ ഉള്ളിൽ നടന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഇവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സോൾജേഴ്സും തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉള്ളിലേക്ക് വരാനായിട്ട് വിസമ്മതിക്കുകയാണ്. നിങ്ങളൊക്കെ ഇത്രയും പേടിത്തൊണ്ടന്മാരായി പോയല്ലോ, ധൈര്യമുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജകുമാരി ഹീറോനെ കൂട്ടിയിട്ട് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോവാണ്. ഇവർക്ക് ഒരു വെള്ളച്ചാട്ടം കടന്നിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. എന്നാൽ ആ ഒരു ഭാഗത്ത് മുഴുവൻ തെരഞ്ഞിട്ടും അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. എന്നാൽ ഇവർക്ക് അതിന്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരം അന്വേഷിച്ച് നടന്നിട്ടും ഇവർക്ക് ആ ഒരു വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാനായിട്ടില്ല. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇവിടെ തങ്ങിയതിനു ശേഷം നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് എണീറ്റിട്ട് ആ ഒരു വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ അവിടെ കിടന്നുറങ്ങുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിടന്ന അതേ സമയത്ത് അവൾ ഉറങ്ങി പോവാണ്. പക്ഷെ നമ്മുടെ രാജകുമാരിയുടെ കൂർക്കമലി കാരണം നമ്മുടെ ഹീറോന് ഒട്ടും ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് അവൻ ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് രണ്ട് ചെറിയ കൂണുകൾ അവന് കിട്ടുകയാണ്. അത് നേരെ എടുത്തിട്ട് രണ്ട് ചെവിയിലും ടൈറ്റ് ആയിട്ട് തിരികിയിട്ട് അവനിപ്പോ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ചെവിയിൽ തിരികിയതുകൊണ്ട് തന്നെ അവൻ ഒരു ശബ്ദവും കേൾക്കാനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തോടെ അവനിപ്പോ കിടന്നുറങ്ങുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ മെല്ലെ മുന്നോട്ടേക്ക്